രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും. കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥി. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ നാമനിർദ്ദേശ പത്രിക ഇന്നാണ് സമർപ്പിക്കുക. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും റായ്ബറേലിയിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പോകും. വയനാടും റായ്ബറേലിയും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. റായ്ബറേലിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജനവിധി തേടുക. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒടുവിൽ കാത്തിരുന്ന ആ തീരുമാനം വന്നിരിക്കുന്നു. വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ ഏക സിറ്റിംഗ് സീറ്റാണ് റായ്ബറേലി. സോണിയാഗാന്ധി മത്സരിച്ച് പരമ്പരാഗതമായി ജയിക്കുന്ന സീറ്റാണ്. ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭാ അംഗമാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോറ്റ രാഹുൽ ഗാന്ധി അമ്മ സോണിയയ്ക്ക് പകരം റായ്ബറേലിയിൽ മത്സരിക്കുന്നു. നേരത്തെ പറഞ്ഞു കേട്ടത് പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അമേഠിയിൽ മത്സരിക്കാൻ, കഴിഞ്ഞ തവണ പരാജയം സംഭവിച്ച അമേഠിയിൽ മത്സരിക്കാൻ ഗാന്ധി കുടുംബാംഗങ്ങൾ ആരും തയ്യാറായിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് പിൻവാങ്ങിയതിനെ തുടർന്നാണ്, മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസിന്റെ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പത്രികാ സമർപ്പണത്തിനായി ഉണ്ട്. കോൺഗ്രസ് ആ നിലയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തെ കാണുന്നു. സഹോദരി പ്രിയങ്ക ഗാന്ധി വദ്ര, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അശോക് ഗെഹ്ലോട്ട്, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഉണ്ട്. ഒടുവിൽ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാനത്തെ ദിവസമാണ്. ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലാണ് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, അമ്മ സോണിയാഗാന്ധി, സഹോദരി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും മത്സരിക്കും. 1977 ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റതിന് ശേഷം കോൺഗ്രസിന് പരാജയം സംഭവിക്കാത്ത അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നാണ് റായ്ബറേലി എന്ന പ്രത്യേകതയുണ്ട്. P. ബസന്താണ് വിവരങ്ങളുമായുള്ളത്. ബസന്ത്, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ എവിടെയെങ്കിലും മത്സരിക്കുമോ, അമേഠിയിൽ മത്സരിക്കുമോ, റായ്ബറേലിയിൽ മത്സരിക്കുമോ? ഇത് കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്ന ആശയക്കുഴപ്പമായിരുന്നു, ആകാംക്ഷയായിരുന്നു. ഒടുവിലത്തെ ദിവസം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാനത്തെ ദിവസമാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് തീരുമാനിക്കുന്നത്. അമേഠിയിൽ രാഹുൽ മത്സരിക്കുന്നില്ല, അതേസമയം റായ്ബറേലിയിൽ മത്സരിക്കുന്നു, പ്രിയങ്ക മത്സരിക്കുന്നില്ല. എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതുവഴി നൽകുന്നത്? ഉത്തർപ്രദേശിൽ ഈ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ രാഹുലിന്റെ ഈ തീരുമാനം കൊണ്ട് കഴിയുമോ? അഭിലാഷ്, ഏറെ ദിവസങ്ങൾ നീണ്ട സസ്പെൻസ് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഏകദേശം 8 മണിയോട് അടുപ്പിച്ചിട്ടാണ് കോൺഗ്രസ് ഔദ്യോഗികമായി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനം പുറത്തുവിട്ടത്. അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ വന്നിരുന്നെങ്കിലും പിന്നീട് റായ്ബറേലിയിലേക്കും പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇന്ന് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റായ്ബറേലിയിലായിരിക്കും രാഹുൽ ഗാന്ധി. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ പഞ്ചാബ് സ്വദേശിയായ KL ശർമ്മ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്ന തീരുമാനങ്ങളിലൊന്ന്. ഇതിൽ എത്രത്തോളം ഇത് ഈ പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ സന്ദേശം എന്ത് എന്നുള്ളൊരു ചോദ്യം അത് വലുതായി ഇപ്പോൾ കേൾക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം അമേഠിയിൽ ജയിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒളിച്ചോടുന്നു, ഞാൻ റായ്ബറേലിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. റായ്ബറേലി സുരക്ഷിത സീറ്റാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അതായത് സോണിയാഗാന്ധി കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ടിന് ജയിച്ച ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി കുടുംബത്തിന് ശക്തമായ അടിവേരുകളുള്ള ഈ മണ്ഡലത്തിൽ മത്സരം അത്ര കടുത്തതല്ല എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതായത് അമേഠിയിൽ വിയർപ്പൊഴുക്കേണ്ടതില്ല, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വരുമ്പോൾ സുഖമായി ജയിച്ചു പോകാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റായ്ബറേലി തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് BJPയിലെ ദിനേശ് സിംഗ് ആണ്. യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയോട് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 4.5 ലക്ഷത്തിൽ നിന്നും 2.5 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഠാക്കൂർ സമുദായ നേതാവാണ് ദിനേശ് സിംഗ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. കഴിഞ്ഞ 5 കൊല്ലമായി റായ്ബറേലിയിൽ ദിനേശ് സിംഗ് ഉണ്ട് എന്നുള്ള കാര്യവും വിസ്മരിക്കരുത് എന്ന് മാത്രമാണ് കോൺഗ്രസ്സുകാർ അറിയേണ്ടത്. എളുപ്പമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ റായ്ബറേലിയിലെ ഗ്രൗണ്ട് റിയാലിറ്റി 2019 അമേഠിയിൽ ഉണ്ടായ സാഹചര്യത്തിന് സമാനമാണോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും
ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ റായ്ബറയിലേക്ക് രാഹുൽ വരുന്നു എന്നുള്ളത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു ഖാർഗെയോടൊക്കെ തന്നെ താൻ മത്സരിക്കില്ല എന്നുള്ളത്. അതേസമയം ഇന്നലെ രാത്രി വരെ പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ചർച്ചകൾ. ഒരു ഘട്ടത്തിൽ ഖാർഗെ മത്സരിക്കണമെന്നുള്ള അഭിപ്രായം വരെ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളൊരു അഭ്യൂഹവും പരക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ. അത് മാറ്റിവെച്ച് എല്ലാം ഉള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറുന്നു. ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ ഉള്ള ഒരു സ്ഥലം, അതായത് ഫിറോസ് ഗാന്ധി മുതൽ മത്സരിച്ച് ജയിച്ചു വന്ന മണ്ഡലത്തിൽ വീണ്ടും ഒരു ഗാന്ധി കുടുംബത്തിൻ്റെ ഇളമുറക്കാരൻ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അവിടുത്തെ സമവാക്യങ്ങൾ മാറുമെന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. സമാജ്വാദി പാർട്ടിക്ക് ശക്തമായ അടിവേരുകളുള്ള ഒരു സ്ഥലമാണ്, ഒരു മണ്ഡലമാണ് റായ്ബറേലി. 5 നിയമസഭാ സീറ്റുകളിൽ 4 എണ്ണവും സമാജ്വാദി പാർട്ടിയുടെ കയ്യിലാണ് റായ്ബറേലിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുടെ കാഡറുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളുമാവുമ്പോൾ ജയിച്ചു കയറാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ സന്ദേശം എന്ത് എന്നുള്ളതാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് താമരയ്ക്കെതിരെ മത്സരിക്കുന്നില്ല, എന്തുകൊണ്ട് BJPയെ നിങ്ങൾ നേരിടുന്നില്ല, നിങ്ങൾ ദേശീയ തലത്തിൽ BJPയെ നേരിടുന്ന നേതാവാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ UPയിൽ മത്സരിക്കുന്നു. UPയിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ രാഹുൽ ഗാന്ധി പോരാടുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത്. അഭിലാഷ്. തീർച്ചയായും